And we are coming to the close of this service. But before that, I would like to request Brother Calvin Paul and Brother Sam Gigi to come and give us vote of thanks. And also, they want to share something because they were the men's ministry coordinators when we started this Bible training program. Their tireless effort is there behind coordinating the entire program, helping us pastors in various capacities. So over to Brother Calvin Paul and Brother Sam Gigi. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സീനിയർ പാസ്റ്റർ ഡോക്ടർ വെസ്ലി ലൂക്കോസ്, ഡോക്ടർ ജോയ് ടി സാമുവേൽ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമുക്ക് മിഷനെ പറ്റി ഐശ്വര്യമായി വചനം സംസാരിച്ച റെവറൻഡ് A.G. ജൂഡ്, മറ്റ് ദൈവദാസന്മാർ, എന്നോടൊപ്പം ഗ്രാജുവേറ്റ് ചെയ്ത എൻ്റെ സഹപാഠികൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും ബഹുമാനനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നാം എല്ലാവരും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പോലെ ഇന്ന് ഒരു ഗ്രാജുവേഷൻ ഇവിടെ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്ത കരുണയെ ഓർത്ത് ആദ്യം ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് പിന്നിൽ ധാരാളം പേരുടെ പ്രാർത്ഥനയും അധ്വാനവുമുണ്ട്. ഞാനും കാൽവിൻ ബ്രദറും മെൻസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായിരുന്ന സമയത്ത് നമുക്ക് രണ്ട് വചനത്തിൽ അതീവ രാജ്യമുള്ള രണ്ട് അധ്യാപകരായ പാസ്റ്റേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് വചനം പഠിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ അറിയിക്കുകയും, ഞാൻ ഓർക്കുന്നു വെസ്ലി പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഒരു 10 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് പോകാം, നമുക്ക് നടത്താം. ദൈവത്തിൻ്റെ കരുണയാൽ 40 പേരോളം ആദ്യത്തെ മീറ്റിങ്ങിന് വന്നു. അതിനുശേഷം പാസ്റ്റർമാർ പറഞ്ഞു ഇത് പലരും പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പം ആദ്യത്തെ ആളുകളെ കണ്ട് നിങ്ങൾ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. കാൽവിൻ ബ്രദർ എൻ്റെ അടുക്ക പറഞ്ഞു, സഹോദര, നമ്മളാണ് ഇത് തുടങ്ങിയത്, ആര് പോയാലും നമ്മൾ രണ്ടും കാണണം അവസാനം വരെ. എന്നാൽ ദൈവത്തിന് ഇതിനെപ്പറ്റി ഒരു വലിയ പദ്ധതി ഉണ്ടായതിനാൽ 31 പേർക്ക് ഇന്നിവിടെ ഗ്രാജുവേഷൻ നടക്കാൻ സാധിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വോട്ടിന് മുമ്പായി ഞാൻ നമ്മുടെ മുഴുവൻ ഗ്രാജുവേറ്റ്സിൻ്റെയും ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 ദൈവദാസന്മാരെ നൽകി. അവർ ഐശ്വര്യമായി ഞങ്ങളെ പഠിപ്പിച്ചു. അതിന് ഞങ്ങളെല്ലാ സ്റ്റുഡൻസിൻ്റെയും നന്ദിയും സ്നേഹവും ഞങ്ങളുടെ ആത്മാർത്ഥതയും പ്രാർത്ഥനയും എന്നുമുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമായി ഒരു മൊമെൻറ്റോയും ഒരു സ്നേഹ സമ്മാനവും കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആദ്യമായി വെസ്ലി പാസ്റ്റർ നൽകുന്നതിനായി നമ്മുടെ ജോയിച്ചാനെ ക്ഷണിക്കുന്നു. വെസ്ലി പാസ്റ്ററിനെ ഞാൻ ഓർക്കുന്നു, ഒരു ക്ലാസ്സിലെ ഒരു കാര്യം ഞങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ജോയ്സാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെഡ്ഷീറ്റ് കീറി ഞങ്ങൾ ഉദാഹരണ സഹിതം കാണിച്ചത് ഓർക്കുന്നു. ആ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. പ്രിയ വെസ്ലി പാസ്റ്ററിന് ഇപ്പോൾ മൊമെൻറ്റോ നൽകുന്നതിന് ചോദിച്ചു. താങ്ക് യു ജോയിച്ച്. അടുത്ത നമ്മുടെ ജോയ് പാസ്റ്ററിന് നൽകുന്നതിനായി മേരി ആൻറ്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ജോയ് പാസ്റ്ററെ സംബന്ധിച്ചോളം വളരെ കൃത്യനിഷ്ഠയുള്ള, എന്നാൽ വളരെ തമാശയുള്ള, സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ 9:30 ക്ലാസ് ഉണ്ടെങ്കിൽ പാസ്റ്റർ ആദ്യം വന്ന് 9 മണിക്ക് തന്നെ
കസേരയും ബെഞ്ചുമെല്ലാം പിടിച്ചിടും. അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ വരാറുള്ളത്. ഞങ്ങളെ നല്ലവണ്ണം പഠിപ്പിച്ച് ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ മൊമെൻറ്റോ സമർപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹ സമ്മാനവും കൂടി നൽകുന്നു. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ വൈകുന്നേരം നിങ്ങളോടൊപ്പം എനിക്കും ആയിരിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സഹപാഠികൾക്കൊപ്പം എനിക്കും ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള കൃപ ദൈവം തന്നതിൻ്റെ ഒരു നന്ദി പറയുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഈ പ്രോഗ്രാം സെറിമണി ചെയർ ചെയ്യുന്ന ഡോക്ടർ വെസ്ലി ലൂക്കോസ്, ഞങ്ങളുടെ ബൈബിൾ കോളേജിൻ്റെ ഡീനായിരിക്കുന്ന നട്ടെല്ലായിരിക്കുന്ന ഡോക്ടർ ജോയ് ടി സാമുവൽ, അതുപോലെ നമ്മുടെ ക്ഷണ സി എച്ച് എത്തിയിരിക്കുന്ന തിയോളജിക്കൽ സെമിനാരി ഡെറാഡൂണിൻ്റെ ക്രിസ്ത്യൻ തിയോളജി എന്ന വിഷയത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ദീർഘകാല സേവനമനുഷ്യ റിട്ടയറായ പാസ്റ്റർ എ ജി ജൂഡ്, പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഇത് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആസ് എ ഗ്രാജുവേറ്റ് ഒത്തിരി തോട്ട്സ് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളിങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. എന്താ പറയേണ്ടാത്തതെന്നൊന്നും സമയവും നമ്മുടെ മുമ്പിൽ അധികം ഇല്ലല്ലോ. എന്നാലും ചുരുക്കം ചില വാക്കുകളിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സർവശക്തനായ ദൈവത്തോടാണ്. ബിക്കോസ് 2024 സെപ്റ്റംബറിൽ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതിനു മുമ്പ് ഈ ഒരു തോട്ട് ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല ഇതിൻ്റെ ദൈവം ഇതിൻ്റെ അവസാനം ഇങ്ങനെയായിരിക്കും കാണാൻ പോകുന്നത് എന്നുള്ളത്. ഞങ്ങളങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടായിരിക്കും തുടങ്ങുക അവസാനിക്കുക എന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പക്കൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഉവ്വ് എന്ന് തന്നെയാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് നിങ്ങൾ ആദ്യത്തെ ബാച്ച് ഇവിടെ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. നമ്മുടെ ചർച്ചിന് വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഒരു വാഗ്ദത്തത്തിൻ്റെ ഒരു ബൈബിൾ സ്കൂളായിരിക്കും, ഒരു മിഷണറി സെൻഡിങ് ബേസ് ആയിരിക്കും എന്നുള്ളൊരു വാഗ്ദത്തത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതിൻ്റെ നിവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനായിട്ട് സർസിനധികം നന്ദി പറയുന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ഞങ്ങളെല്ലാവരും സെക്യുലർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് ഈ അസൈൻമെൻറ്റ്സ് ചെയ്യാൻ പറ്റുമെന്നോ ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുമെന്നോ ഞങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ദൈവകൃപ കൊണ്ട് എല്ലാവർക്കും തന്നെ അസൈൻമെൻറ്റ്സ്, ഈ 10-12 അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനും പ്രസംഗിക്കാനുള്ള ദൈവം കൃപ കൊടുത്തതിനായിട്ട് ദൈവം നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് നന്ദി പറയുന്ന ഞങ്ങൾ 2 പാസ്റ്റേഴ്സിനാണ്. ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ ഡോക്ടർ വെസ്ലി ലൂക്കോസ്, നമ്മുടെ ബൈബിൾ സ്കൂളിൻ്റെ ഡീനായിരിക്കുന്ന ഡോക്ടർ ജോയ് ടി സാമുവൽ, ഈ 2 ദൈവദാസന്മാരും അവരുടെ തക്ക സമയത്തുള്ള ഷൈൻ പാസ്റ്റർ സ്ക്രിപ്റ്റർ വായിച്ചപ്പോഴത്തേക്ക് പറയുന്ന പോലെ ആ റെബ്യൂക്ക്, ആ എക്സോട്ട്, ആ കറക്ഷൻ, ഈ 3 കാര്യങ്ങളും തക്ക സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും അത് സ്നേഹത്തിൻ്റെ രൂപത്തിലും ഇടയ്ക്ക് വഴക്കിൻ്റെ രൂപത്തിലും കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്കത് കോർഡിനേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് ഓരോ ഗ്രാജുവേറ്റ്സിനും ഈ ഒരു ടേം കംപ്ലീറ്റ് ചെയ്യാനും കൃത്യസമയത്ത് അവരുടെ ഗൈഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അവർ ഇതിൻ്റെ പുറകിൽ ദേ വെർ ദ മെൻ ബിഹൈൻഡ് ഈ സക്സസിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. രണ്ടാമതായിട്ട് അറിയിക്കാനുള്ളത് എൻ്റെ കൂടെ ഇപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ശുശ്രൂഷ മുകുളങ്ങൾ, അല്ലെങ്കിൽ യങ് ബഡ്സ്, ഗ്രാജുവേറ്റിംഗ് ബഡ്സ്, അവർക്കാണ്. ഞങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാനായിട്ട് ദൈവം കൃപ തന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള എൻ്റെ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചു. പലരും എല്ലാവരും തന്നെ സെക്യുലർ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരാണ്. ജോലിയോടൊപ്പം കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളോടൊപ്പമാണ് അവർ തിരക്കുകൾക്കിടക്കിലും സമയം കണ്ടെത്തി അസൈൻമെൻറ്റ്സ് എഴുതാനും ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും സൂം ക്ലാസ്സുകളിൽ അവരുടെ ഓഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനും ഒത്തിരി എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള എൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു. അടുത്തായിട്ട് നന്ദി പറയാനുള്ളത് IPC തിയോളജിക്കൽ സെമിനാരി കോട്ടയം. ഞങ്ങളുടെ സിലബസ്, ഈ ഒരു വർഷത്തെ മിനിസ്ട്രി സ്കൂളിൻ്റെ സിലബസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത അവരാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഒരുപാട് നിങ്ങൾക്ക് തന്നു. മാത്രമല്ല, അവരുടെ ഓൾമോസ്റ്റ് 10ഓളം ഫാക്കൽറ്റീസ് അവരാരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സൂമിലൂടെ ഞങ്ങൾക്ക് അവരുടെ വിലയേറിയ സജഷൻസ്, അഭിപ്രായങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ്, ഒരുപാട് പാഠങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു തന്നു. ചിലരുടെ പേര് മാത്രം ഞാനിവിടെ പറയാം, എല്ലാവരുടെ പേര് പറയാൻ സമയമില്ല. ഡോക്ടർ തോമസ് വർഗീസ് ക്രിസ്ത്യൻ മിഷൻ എന്ന വിഷയത്തിൽ ഞങ്ങൾ ക്ലാസ് എടുത്തു. അതുപോലെ ഡോക്ടർ റോയ് ബേബി, അദ്ദേഹം ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പാസ്റ്റർ ആൻഡ്രൂസ് മോസസ് ചർച്ച് ഹിസ്റ്ററി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഡോക്ടർ ജോസഫ് ജോൺ
ന്യൂ ടെസ്റ്റമെൻറ്റ് ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഇങ്ങനെ ഒരുപാട് ദൈവദാസന്മാർ ഞങ്ങൾക്ക് സൂമിലൂടെ ക്ലാസ് എടുത്തു. ആരും ഇവിടെ സന്നിഹിതരല്ലെങ്കിലും ഈ സമയത്ത് ഞാൻ അവരെല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അവർക്കും ഒരു റൗണ്ട് ഓഫ് അപ്ലോസ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തൻ്റെ വിലയേറിയ സമയത്തും തിരക്കിനിടയ്ക്കും ഇവിടെ എത്തിയിരിക്കുന്ന പാസ്റ്റർ AG ജൂഡ് അവർകൾക്കാണ്. അദ്ദേഹം ഒരു വാല്യുബിളായ ഇൻസ്പിറേഷനായുള്ള ഒരു മെസ്സേജ് നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ബ്ലസ് ചെയ്തു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി നന്ദി പറയാനുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ. ഇനി ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ, ഞങ്ങളുടേതായ മേഖലകൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പുറകിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ജോലി തീർന്നില്ല, ഇനിയാണ് നിങ്ങളുടെ ജോലി തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് ഇനി പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ചർച്ചിൻ്റെ മെമ്പേഴ്സായ ആൾക്കാർക്കും അതിഥികളായിട്ട് ഞാൻ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും ഉള്ള ഹൃദയംഗമായിട്ടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഇനി ഒരു 3 പേർ കൂടെ ഉണ്ട് താങ്ക്സ് പറയാനായിട്ട്. ഇനിയുള്ള എൻ്റെ കൂട്ട് സഹോദരൻ സാംജിജി ബ്രദറിനാണ്. ഞങ്ങൾ ഇത് തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ ഒപ്പം എല്ലാ രീതിയിലും ഞങ്ങൾ കട്ട സപ്പോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് സപ്പോർട്ട് തന്ന് ഞങ്ങൾ ഇത്രയും പൂർത്തീകരിക്കാൻ ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചു. ഞാനിട്ട എഫേർട്ടിനേക്കാളും ഒരു ഡബിൾ എഫേർട്ടെങ്കിലും ആ സഹോദരൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിതിങ്ങനെ പൂർത്തീകരിച്ച് ഈ രീതിയിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ബ്രദർ സാംജിജി. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഫുഡ് ക്രമീകരിച്ചിരിക്കുന്ന അക്ഷാന്തം പരിശ്രമിച്ച നമ്മുടെ സഹോദരന്മാർ, സോഷ്യൽ ആക്ഷൻ ടീമിലുള്ള മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയാൽ ക്ഷമിക്കണം. നമ്മുടെ ലിബിച്ചായൻ, അതുപോലെ സിജു അച്ചായൻ, അതുപോലെ ലീനച്ചായൻ, അത് നിപ്സൺ ബ്രദർ, മോൻസി, അങ്ങനെ ഒരുപാട്, സനീഷ് ബ്രദർ, ഒരുപാട് സഹോദരന്മാരുണ്ട്. ആൽഫിൻ, മനോജ് ചായൻ, നിങ്ങളെല്ലാവരോടുള്ള നന്ദി പ്രത്യേകം ഞാൻ അറിയിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരാൾ കൂടി ഞാൻ താങ്ക്സ് പറയുന്നു. നമ്മൾ കാണുന്ന ഈ ഡെക്കറേഷൻസ്, ഈ സ്റ്റേജ് ഇത്ര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ സനൽ ബ്രദർ, അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അദ്ദേഹം സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, സഹോദരന്മാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you, Calvin brother and brother Sam Gigi.